ബസ്ലോം ലഹെർഗോ ദുമോ വർബ് ഈൻ വർബ് ഓ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 144 ക്ലാസ്സിലേക്ക് സ്വാഗതം. പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായിയിലെ 2ാം പാഠമാണ് 143 ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയായി 2ാം പാഠത്തിലെ വാക്കുകളാണ് കാണുന്നത്. വൊക്കാബുലറി 16-17 പേജുകളിൽ നൽകിയിരിക്കുന്ന 2ാം പാഠത്തിലെ വാക്കുകളാണ്. ആദ്യം നാമങ്ങളാണ്. ഏകവചനവും ബഹുവചനവും നൽകിയിരിക്കുന്നു. ആദ്യത്തെ വാക്ക് അത്സോ. നൂൻ സൈലൻ്റ് ആണ്. നൂനിൻ്റെ അടിയിൽ ഒരു വര വേണ്ടതാണ്. അത് പവർ പോയിന്റിൽ ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ് എഴുതാതിരുന്നത്. അതിൻ്റെ ബഹുവചനം നേശേ. ബഹുവചനത്തിന് ബഹുവചന സൂചകമായ 2 കുത്തുകളും ഇടേണ്ടതാണ്. പവർ പോയിന്റ് അത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് ഇടാനായി സാധിക്കാതെ വന്നത്. ആദ്യത്തെ താവ് ഹാർഡും രണ്ടാമത്തേത് സോഫ്റ്റും. അത്സോ ബഹുവചനം നേശേ, വൈഫ് ഓർ വുമൺ. ഗബ്റോ മാൻ, ഗബ്റേ മെൻ, മനുഷ്യൻ മനുഷ്യർ. ഗബ്റയുടെ റീഷന് 2 കുത്ത് വേണം. ബഹുവചനത്തിന് ബഹുവചന സൂചകമായ 2 കുത്ത് വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പവർ പോയിന്റ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആ 2 കുത്ത് ഇടാനായി സാധിക്കാതിരുന്നത്. തൂറോ തൂറേ, മൗണ്ടൻ പർവ്വതം പർവ്വതങ്ങൾ. തൂറോ തൂറേ. മുദീത്തോ. ഇവിടെ നൂൻ എന്ന അക്ഷരം സൈലൻ്റ് ആണ്. അത് കാണിക്കാൻ അതിൻ്റെ അടിയിൽ ഒരു വര ഇടേണ്ടതാണ്. പവർ പോയിന്റ് സപ്പോർട്ട് ചെയ്യാഞ്ഞതുകൊണ്ട് സാധിച്ചില്ല. അതിൻ്റെ ബഹുവചനം മുദീനോസോ. അവിടെ നൂൻ ഉച്ചരിക്കുന്നു. അവിടെയും ബഹുവചന സൂചകമായ 2 കുത്തുകൾ ഇടേണ്ടതാണ്. മുദീത്തോ മുദീനോത്തോ, പട്ടണം പട്ടണങ്ങൾ. ആമോ ജനം, ആമേ ജനങ്ങൾ. അവിടെയും ബഹുവചനത്തിന് 2 കുത്ത് വേണം. ആമോ ആമേ പീപ്പിൾ. ഇനി ക്രിയകളാണ് കാണുന്നത്. കിതാബ്, ഹി റോട്ട്, അവൻ എഴുതി. കിതാബ്. നിപ്പാൽ, ഹി ഫെൽ, അവൻ വീണു. സ്ലേക്ക്, അവൻ കയറി. ഹി അസെൻഡഡ്. അറാഖ്, ഹി ഫ്ലഡ്, അവൻ പലായനം ചെയ്തു. അറാഖ്. ശ്മാ, ഹി ഹേഡ്, അവൻ കേട്ടു. നാമങ്ങളും ക്രിയകളും കണ്ടു. ഇനി മറ്റുള്ളവ. ബേത്ത്, ഇത് ഒരു പ്രത്യയമാണ്. ഈ കേസ് ലെറ്ററാണ്. ആൽ, ഇൽ, അറ്റ്, ബൈ, ഇൻ, വിത്ത്, ഓൺ എന്നുള്ള അർത്ഥത്തിൽ പ്രിപ്പോസിഷൻ പോലെ ഉപയോഗിക്കുന്ന വാക്കാണ് ബേത്ത്. ലോമാദ്, ഇത് അക്വസറ്റീവ് കേസിനെ കാണിക്കുന്ന വാക്കാണ്. ടു, ഫോർ, നെ, നോട്, ലേക്ക് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഉപയോഗിക്കുന്നു. അതുപോലെ ഓബ്ജക്റ്റ് മാർക്കറായിട്ടും ലോമത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ലോ, അല്ല അല്ലെങ്കിൽ ഇല്ല. നോ, നോട്ട്, ലോ. നെഗേഷൻ ഉണ്ടാക്കാനാണ് ലോ ഉപയോഗിക്കുന്നത്. മെൻ പ്രിപ്പോസിഷനാണ്. അർത്ഥം ഫ്രം, നിന്ന്. ഇനി ഇവിടെ ഹൊർക്കോ, താമോൻ, അവിടെ. ഇനി 2ാം പാഠത്തിലെ 2.1 എക്സർസൈസ് 17ാം പാഠത്തിലെ എക്സർസൈസാണ്. അത് കിതാബ് എന്ന ക്രിയയുടെ മാതൃകയിൽ ഷ്മാ, അറാഖ് എന്ന ക്രിയകളുടെ ഭൂതകാല തൃതീയ പുരുഷനുള്ള രൂപാന്തരം എഴുതുക. കോഞ്ചുഗേറ്റ് ദ വെർബ് ഷ്മാ ആൻഡ് അറാഖ് ആസ് കിതാബ് ഇൻ ദ 3rd person ഇൻ ദ past tense. ഷ്മാ ഇതിൻ്റെ 3rd personലുള്ള കോഞ്ചുഗേഷനാണ്. ഷ്മാ, ഹി ഹേഡ്. ഷ്മാവൂൻ അല്ലെങ്കിൽ ഷ്മാ, അവസാനം വാവിടുന്നു. ഷ്മാ, ഹി ഹേഡ്. ഷ്മാവൂൻ, ദേ ഹേഡ്. ഷെമആസ്, ഷീ ഹേഡ്. ഷ്മായേൻ അല്ലെങ്കിൽ ഷ്മാ, ദേ ഹേഡ്. 3rd person ഫെമിനിൻ സിംഗുലറും പ്ലൂറലും. ഒന്നിച്ച് കാണാം. ഷ്മാ, ഷ്മാവൂൻ,
ഷെമ് ആസ് ഷ്മായേൻ. ഇനി രണ്ടാമത്തെ വാക്ക് കോഞ്ചുഗേറ്റ് ചെയ്യാനുള്ളത് അറാഖ്. ഇതിൻ്റെ അർത്ഥം ഹി ഫ്ലഡ്. അറാഖ് ഹി ഫ്ലഡ്, അവൻ പലായനം ചെയ്തു. അറാഖൂൻ ദേ ഫ്ലഡ്, അവർ പലായനം ചെയ്തു. എർക്കാസ് ഷീ ഫ്ലഡ്. അറാക്കേൻ ദേ ഫ്ലഡ്. അറാക്കേൻ എന്നുള്ള ഫെമിനിൻ തേർഡ് പേഴ്സൺ പ്ലൂറൽ വെർബിന് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തിടണം. ഫെമിനിൻ പ്ലൂറൽ വെർബിനെല്ലാം ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തിടണം. ഇവിടെ അറാക്കേന് കുത്തിട്ടിട്ടില്ല. അതുപോലെ നേരത്തെ കണ്ട ഷ്മായേനും കുത്തിട്ടിരുന്നില്ല. അത് പവർ പോയിന്റ് സപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ടാണ് കുത്തിടാൻ സാധിക്കാതിരുന്നത്. കുത്ത് ഇടാണ്ടതാണ്. അറാക്കേൻ അല്ലെങ്കിൽ അറാഖ് എന്നുള്ളതിന് കുത്ത് വേണം. നമുക്ക് ഒന്നിച്ച് കാണാം. അറാഖ്, അറാഖൂൻ, എർക്കാസ്, അറാക്കേൻ. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യം നമുക്കൊന്ന് സംഗ്രഹിക്കാം. പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായിലെ രണ്ടാം പാഠം പരിശീലനം 2.1 പേജ് 17. അതുപോലെ തന്നെ വൊക്കാബുലറി പേജ് 16-17 വൊക്കാബുലറി. ഈ പരിശീലനം നമ്മൾ കണ്ടത് കിതാബ്, ഷ്മാ, കിതാബ് എന്ന ക്രിയയുടെ മാതിരിയിൽ ഷ്മാ, അറാഖ് എന്ന ക്രിയകളുടെ ഭൂതകാല തൃതീയ പുരുഷനുള്ള രൂപാന്തരമാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്. തൗദി സാഗി.